വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പാർട്ട് 1 അവസാനം നോക്കിയത് എന്തായിരുന്നു? സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു അല്ലേ? സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്യാൻ മാറ്റർ ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്. മാറ്റർ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുകിൽ സോളിഡ്, ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് അല്ലേ? ഇതാണ് സ്റ്റേറ്റ്സ് ഉള്ളത്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. സോ ഒരു മാറ്ററിന് അതിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതായത് എന്താണ്? സോളിഡ് ആണെങ്കിൽ, സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റുമോ? ഓക്കെ, ഇനി ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റാൻ പറ്റുമോ? അപ്പോൾ എന്തായി? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആയി അവിടെ. അതുപോലെ തന്നെ തിരിച്ചും ലിക്വിഡിനെ സോളിഡ് ആക്കുക, ഗ്യാസിനെ ലിക്വിഡ് ആക്കുക. ഓക്കെ, സോ യെസ്, പറ്റും. നമുക്ക് ഒരു മാറ്ററിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോളിഡിനെ ലിക്വിഡ് ആക്കാനും ലിക്വിഡിനെ ഗ്യാസ് ആക്കാനും ഒക്കെ നമുക്ക് പറ്റും ബൈ അപ്ലൈയിങ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. നമുക്ക് ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താലും സ്റ്റേറ്റ് ഓഫ് മാറ്ററിന് ചേഞ്ച് ആക്കാം, അതുപോലെ തന്നെ കുറച്ചാലും പറ്റും. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ ടോപ്പിക്കായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരും, അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ബേസിക് ഐഡിയ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട് അല്ലേ? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ സോളിഡിനെ നമ്മൾ ഐസ് ക്യൂബ്സ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഒരു ഐസ് ക്യൂബിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ, വാട്ടർ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് കൊടുക്കണം അല്ലേ? അതായത് ടെമ്പറേച്ചർ അവിടെ കൊടുക്കണം. ഇനി ഐസ് വാട്ടർ ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക? ഐസ് അലിയാണ് അവിടെ അല്ലേ? സോ മെൽറ്റിംഗ് ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് മെൽറ്റിംഗ്. ഇനി നമ്മൾ ആ വെള്ളത്തിനെടുത്ത് നല്ലോണം ചൂടാക്കി. ഓക്കെ, സോ ചൂടാക്കുമ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് എന്ത് സംഭവിക്കും? അത് വേപ്പറായിട്ട് പോകാൻ തുടങ്ങും അല്ലേ? അതായത് ലിക്വിഡ് ആയിരുന്ന വാട്ടർ അവിടെ വേപ്പറായിട്ട്, ഗ്യാസ് ആയിട്ട് ദേ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ വേപ്പറായിട്ട് പോകുന്നതിന് നമ്മൾ എന്ത് പ്രോസസ്സാണ് ഇതിന് പറയുക? വേപ്പറൈസേഷൻ എന്ന് പറയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ നേരെ പോകുമ്പോൾ, അതായത് സോളിഡ് ലിക്വിഡ് ആക്കുന്നു, ലിക്വിഡിനെ ഗ്യാസ് ആക്കുന്നു, അവിടെയൊക്കെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോഴാണ് ഓരോ സ്റ്റേറ്റും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ റിവേഴ്സ് നേരെ തിരിച്ചാണ് അത് നമുക്ക് പറയാം. സോ ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുമ്പോൾ ഐസ് മെൽറ്റ് ചെയ്യണം ആലോചിക്കുക. ഓക്കെ, അതിനെ മെൽറ്റിംഗ് എന്ന് നമ്മൾ പറയും. ലിക്വിഡ് ഗ്യാസ് ആവുമ്പോൾ, അതായത് വാട്ടർ ടു വേപ്പർ. ഓക്കെ, അപ്പോൾ അതിനെ വേപ്പറൈസേഷൻ എന്ന് പറയും. എല്ലാത്തിലും നമ്മൾ എന്താണ്? ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കും. ഇനി ഇതിന്റെ റിവേഴ്സ് പ്രോസസ്സ് എന്തായിരിക്കും? ഈ നേരെ അല്ലാതെ തിരിച്ച് നമ്മൾ പോവുകയാണെന്ന് വെച്ചാൽ, അതായത് ഗ്യാസിനെ നമുക്ക് ലിക്വിഡ് ആക്കണം. ഗ്യാസിനെ നമുക്ക് എങ്ങനെ ലിക്വിഡ് ആക്കാൻ പറ്റുക? ഈ എക്സാമ്പിൾ തന്നെ ആലോചിക്കുക. അതായത് ഇപ്പോൾ വാട്ടർ വേപ്പറായിട്ട് നമ്മൾ ചൂടാക്കുമ്പോൾ ഇങ്ങനെ വേപ്പറായി പോയിട്ടുണ്ടല്ലോ. അപ്പം നമ്മളൊരു പാത്രം വെച്ചിട്ട് അത് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു പാത്രം വെച്ച് മൂടിക്കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് വന്നിട്ടൊന്ന് കൂളായ ശേഷം വന്ന് നോക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ മേലെ നമുക്ക് വാട്ടർ ഡ്രോപ്സ് കാണാനായിട്ട് പറ്റും അല്ലേ? ദാറ്റ് ഈസ് ആ വേപ്പർ, ആ ഗ്യാസ് അവിടെ പോയിട്ട് അവിടെ കൂളായ ശേഷം അവിടെ വാട്ടർ ഡ്രോപ്പ് ആയിട്ട് മാറിയിരിക്കുകയാണ്, അതായത് ലിക്വിഡായിട്ട് മാറിയിരിക്കുകയാണ്. ഗ്യാസ് ടു ലിക്വിഡാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് അവിടെ എന്താണ്? ആ ടെമ്പറേച്ചർ കുറഞ്ഞു, കൂളിംഗ് ആയി. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടൻസേഷൻ അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടൻസേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഗ്യാസ് ടു ലിക്വിഡിനെ നമ്മൾ എന്ത് പറയും? കണ്ടൻസേഷൻ എന്ന് പറയും. ഇവിടെ ഹീറ്റ് കുറഞ്ഞിരിക്കുകയാണ്, റിവേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ലിക്വിഡിനെ സോളിഡ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, വാട്ടർ, ലിക്വിഡ് പറഞ്ഞാൽ വാട്ടർ എന്ന് ആലോചിക്കുക. ഓക്കെ, ഈ വാട്ടറിനെ നമുക്ക് സോളിഡ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഐസ് ക്യൂബിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യുക? ഒരു ഫ്രീസറിൻ്റെ അകത്തേക്ക് വെക്കും അല്ലേ? എന്നാലല്ലേ നമുക്ക് വാട്ടറിനെ ഐസ് ക്യൂബ് ആക്കിയിട്ടുണ്ട്. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്രീസിങ് എന്ന് വിളിക്കും. സോ ഇതിലും എന്താണ്? നമ്മൾ ടെമ്പറേച്ചർ വളരെ 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 കുറച്ചു അല്ലേ? സോ ഈ ഒരു ഔട്ട്ലൈനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും എന്താണ്? നമുക്ക് സോളിഡ് ടു ലിക്വിഡ് ആക്കാം, ലിക്വിഡിനെ ഗ്യാസ് ആക്കാം. ഓക്കെ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറച്ചാലും നമുക്ക് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാം അല്ലേ? പക്ഷേ തിരിച്ച് റിവേഴ്സ് ആണെന്ന് പറയും. ഗ്യാസിനെ ലിക്വിഡ്, ലിക്വിഡിനെ സോളിഡ് അങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും ബൈ അപ്ലൈയിങ് ടെമ്പറേച്ചർ, ബൈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ടെമ്പറേച്ചർ. ക്ലിയർ? ഇനി നമ്മൾ ഈ പ്രോസസ്സ് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ, ഒരു ആക്ടിവിറ്റിയിലൂടെ നോക്കാൻ പോവുകയാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. സോ ഇതിനായിട്ട് നമ്മൾ ഇതുപോലൊരു ബീക്കറിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ബർണർ ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹീറ്റ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു തെർമോമീറ്ററും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ബീക്കറിൽ, കാരണം നമുക്ക് ടെമ്പറേച്ചർ മനസ്സിലാക്കണതിൽ. സോ ഈ ഐസ് ക്യൂബ് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ എന്തായാലും -ഡിഗ്രിയിലുണ്ടാവുക അല്ലേ?
-4 -3 -2 -1 അങ്ങനെ മൈനസ് ഡിഗ്രിയിലായിരിക്കും ഈ ഐസ് ക്യൂബ്സ് ആദ്യം ഉണ്ടാവുക. സോ നമ്മളിവിടെ താഴെ ടെമ്പറേച്ചർ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഐസ് ക്യൂബ് എന്ന് പറയുന്നത് സോളിഡ് ആണ് അല്ലേ. സോളിഡിൽ എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. സോളിഡിലെ പാർട്ടിക്കിൾസ് ഒക്കെ ക്ലോസ്ലി പാക്ഡ് ആണ്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഹീറ്റ് പ്രൊവൈഡ് ചെയ്താൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അവിടെ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ അവിടുത്തെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. അതായത് അതിന് കൈനറ്റിക് എനർജി കിട്ടുകയാണ്. സോ കൈനറ്റിക് എനർജിനെ കുറിച്ചിട്ടും എല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയ ശേഷം ഇവിടെ വരിക. ഓക്കെ. സോ ഇവിടെ സോളിഡിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഭയങ്കര ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് തുടക്കമാണ് അല്ലേ. സോ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ടെമ്പറേച്ചർ കൊടുത്ത് തുടങ്ങുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിലും അവിടെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യും അത്. ഓക്കെ. ആ മൂവ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ്, വൈബ്രേഷനാണ് അവിടെ നടക്കുന്നത്. സോ വൈബ്രേറ്റിംഗ് പറയുമ്പോൾ മോഷന് വേണ്ടി ശ്രമിക്കുകയാണ്. ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി ഇവിടെ വന്നു. അങ്ങനെ ടെമ്പറേച്ചർ കൊടുത്ത് ആ -4 നിന്ന് -3 ആയി, -2 ആയി, -1 ആയി, അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുവരുമ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അതിന് കൈനറ്റിക് എനർജി അതിന് മാക്സിമം കിട്ടുന്നു. ഓക്കെ. സോളിഡ് സ്റ്റേറ്റിൽ മാക്സിമം കിട്ടുന്നു. സോ നമ്മളിവിടെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്ത് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ അവിടെ മാക്സിമം കൈനറ്റിക് എനർജിയിലാണ് ഇപ്പോൾ പാർട്ടിക്കിൾസ് ഉള്ളത്. ഓക്കെ. സോ ഈ 0 ഡിഗ്രി സെൽഷ്യസിൽ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലോ. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ അവിടെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. സോ ഇവിടെ എന്തായി? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആയി അല്ലേ. പാർട്ടിക്കിൾസ് അവിടെ ബ്രേക്ക് ചെയ്ത് സ്പേസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാനായിട്ട് പറ്റും ഐസ് അവിടെ മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് മെൽറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ സോളിഡ് ടു ലിക്വിഡ് ആവാനായിട്ട് തുടങ്ങും. സോ സോളിഡ് ആയിട്ടുള്ള ഈ ഐസ് ലിക്വിഡ് ആവുന്ന ആ ടെമ്പറേച്ചർ ഏതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്? യെസ്, 0 ഡിഗ്രി സെൽഷ്യസിലാണ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സോ ഇതിനെ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ഓക്കെ. സോ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്? ഏത് പോയിന്റ് വെച്ചിട്ടാണ്, ഏത് ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് ഐസ് മെൽറ്റ് ആവുന്നത്? യെസ്, 0 ഡിഗ്രി സെൽഷ്യസ്. സോ പെട്ടെന്ന് നമുക്ക് മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഡെഫിനിഷൻ കൂടെ നോക്കണം. ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് മെൽറ്റ് ടു ബിക്കം ലിക്വിഡ്. ഓക്കെ. ഇവിടെ എന്ത് കൺവേർഷനാണ് നടക്കുന്നത്? മെൽറ്റിംഗ് പറയുമ്പോൾ സോളിഡ് ടു ലിക്വിഡ്. ആ ടെമ്പറേച്ചറാണ് അവിടെ പറയേണ്ടത്. ഓക്കെ. ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് മെൽറ്റ് ടു ബിക്കം ലിക്വിഡ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. ഇനി ശ്രദ്ധിക്കുക, ഒരു ട്വിസ്റ്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടിന്യൂസ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബർണർ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 1 കിലോഗ്രാം ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഐസ് മെൽറ്റ് ചെയ്യുന്ന പോയിന്റ് തൊട്ടിട്ടേ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് തുടങ്ങുമ്പോൾ തന്നെ. ഓക്കെ. ഈ 1 കിലോഗ്രാം ഐസും കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. സോ നിങ്ങളൊന്ന് വിചാരിക്കുക, ഒരു സപ്പോസ് ഒരു 7-8 മിനിറ്റ്സ് മൊത്തം 1 കിലോഗ്രാം ഐസ് ക്യൂബ് ഇതുപോലെ അലിഞ്ഞ് ഫുള്ളായിട്ട് വാട്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു 7-8 മിനിറ്റ്സ് ഒക്കെ എടുത്തു എന്ന് വിചാരിക്കും. നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഹീറ്റ് അവിടെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബർണർ അവിടെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ ഇത്രയും സമയത്ത് ഇത്രയും ഹീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടും ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിൽക്കുവാണ്. സോ ഇത്രയും 1 kg ഓഫ് ഐസ് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടും മെൽട്ടായി ഫുള്ളായിട്ട് വാട്ടർ ആവുന്നത് വരയ്ക്കും അത് 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഓക്കെ. ഒരു മാറ്റവും ഇല്ല. ദ ടെമ്പറേച്ചർ റിമെയിൻ 0 ഡിഗ്രി സെൽഷ്യസ് അൺടിൽ ഓൾ ദ ഐസ് കംപ്ലീറ്റ്ലി മെൽറ്റ്സ് ഇൻ ടു വാട്ടർ. അല്ലെങ്കിൽ നമുക്ക് പറയാം വെൻ ദ മെൽറ്റിംഗ് പോയിന്റ് ഇസ് റീച്ച്ഡ്, നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയപ്പോൾ even the continuous supply of heat does not change the temperature of system. നമ്മൾ ഹീറ്റ് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? ടെമ്പറേച്ചറിൽ അത് കാണുന്നില്ല. ടെമ്പറേച്ചറിൽ ആ റൈസ് അവിടെ കാണിക്കുന്നില്ല. അത് 0 ഡിഗ്രിയിൽ തന്നെ നിൽക്കുവാണ്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇവിടെ. when a solid melts its temperature remains same, where does the heat energy go? സോളിഡ് മെൽറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിന് ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഈ കൊടുത്തോണ്ടിരിക്കുന്ന ഹീറ്റ് എന്താണ് അവിടെ കാണിക്കാത്തത്? അത് എവിടേക്കാണ് പോകുന്നത്? സോ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യുന്ന ആ പോയിന്റിലേക്ക് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹീറ്റ് എല്ലാം ഒരു ഹിഡൻ ഹീറ്റാണ്. ഓക്കെ. ആ ഹിഡൻ ഹീറ്റിനെ നമ്മൾ ലാറ്റൻറ്റ് ഹീറ്റ് എന്നാണ് വിളിക്കുക. ലാറ്റൻറ്റ് ഹീറ്റ് ഒരിക്കലും
ആ ഒരു ടോട്ടൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഐസ് ക്യൂബൊക്കെ എടുത്തിട്ടുള്ള മൊത്തം സിസ്റ്റത്തിനെയാണ് ഇവിടെ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ലാറ്റൻ ഹീറ്റ് ഒരിക്കലും അതിൻ്റെ ഓവറോൾ ടെമ്പറേച്ചർ കൂട്ടില്ല, അതിനവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കും, 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വെക്കും. സോ ഈ ഹിഡൻ ആയിട്ടുള്ള ഒളിച്ചിരിക്കുന്ന ഹീറ്റ് എന്നാണ് പറയുക അല്ലേ, ഹിഡൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഹിഡൻ ആയിട്ടുള്ള ഹീറ്റ്, ലാറ്റൻ ഹീറ്റ് എന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? സോളിഡിനെ ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐസ് ക്യൂബിനെ വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി. സ്റ്റേറ്റ് ഓഫ് മാറ്റർ എങ്ങനെ ചേഞ്ച് ആവുക? അതിൻ്റെ ഉള്ളിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്, പാർട്ടിക്കിൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലേ. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ബ്രേക്ക് ചെയ്ത് അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് ഐസ് മെൽറ്റ് ചെയ്ത് വന്ന് മോർ ഫ്രീ ആവുന്നത് ഈ പാർട്ടിക്കിൾസ്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? യെസ്, ഈ ഹീറ്റിന് പറയുന്ന പേര് ലാറ്റൻ ഹീറ്റ് എന്നാണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു overcome the force of attraction between particles. എന്തിനു വേണ്ടി? To change the state of matter. Clear? Without a change in temperature. അതും കൂടി പറയണം. ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റൻറ്റ് എന്നുള്ളതൊരു കൂടെ പറയണം. സോ നമ്മളിവിടെ ഈ ഒരു ആക്ടിവിറ്റിയിൽ സോളിഡ് ലിക്വിഡ് ആവുന്നതും ലിക്വിഡ് വേപ്പർ ആവുന്നതും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഐസ് വാട്ടർ ആവുന്നത്, അതായത് സോളിഡ് ലിക്വിഡ് ആവുന്നത് അല്ലേ. സോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ലാറ്റൻ ഹീറ്റിനെ സ്പെഷ്യലി നമ്മൾ പറയുക ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാണ്. ഓക്കെ, ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സോളിഡ് ടു ലിക്വിഡ് കൺവേർഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, അതും ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നത് എന്നുള്ളതും പറയണം. എവിടെ വെച്ചിട്ടാണ്? ഇവിടെ നമ്മുടെ ഈ കേസിൽ എങ്ങനെയാണ്? മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ടാണ് അല്ലേ സോളിഡ് ലിക്വിഡായിട്ട് മാറി തുടങ്ങുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ആ മെൽറ്റിംഗ് പോയിന്റിൽ ഫുള്ളായിട്ടും 0 ഡിഗ്രി സെൽഷ്യസിൽ ഇരുന്ന് തന്നെ കംപ്ലീറ്റ്ലി സോളിഡ് ലിക്വിഡായിട്ട് മാറുകയാണ്. ഓക്കെ, സോ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, ഇവിടെ ഹീറ്റ് എനർജി പറയുന്നത് എന്താണ്? ലാറ്റൻ ഹീറ്റ് അല്ലേ. റിക്വയർഡ് ടു ചേഞ്ച് 1 kilogram ഓഫ് സോളിഡ് ഇൻ ടു ലിക്വിഡ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ് ഈസ് കോൾഡ് ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ലൈന് ഇട്ട് തന്നെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ കീവേഡ്സ് ആണ്, ഇതെല്ലാം വരണം ഇതിൽ. സോളിഡ് ടു ലിക്വിഡ് കൺവേർഷൻ ആണ്, മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ടാണ് കൺവേർഷൻ ആവുന്നത്. അതുപോലെ ഈ ഡെഫിനിഷനിൽ 1 kg ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് പറയുന്നുണ്ട്. ഓക്കെ, 1 kg ഓഫ് സംഭവം തന്നെ സോളിഡ് തന്നെ എടുക്കുന്നുണ്ട്. സോ എല്ലാം ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ആണ്, കറക്റ്റായിട്ട് ഈ രീതിയിൽ തന്നെ ഡെഫിനിഷൻ പഠിക്കുക. ഈ ആക്ടിവിറ്റി മൊത്തം നമ്മളൊന്ന് സംസാരിച്ച ശേഷം ഞാൻ ഈ പ്രോസസ്സിനെ തന്നെ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഒരു ഗ്രാഫ് വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ടോപ്പിക് ഒന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, സോ ബാക്ക് ടു ദ ആക്ടിവിറ്റി. ഇപ്പോൾ എന്തായി? നമുക്കിപ്പോൾ വാട്ടർ ആയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ സോളിഡ് ആയിട്ടുള്ള ഐസ് ക്യൂബും മൊത്തം കൺവേർട്ട് ആയിട്ട് വാട്ടർ ആയിട്ടുണ്ട് 0 ഡിഗ്രി സെൽഷ്യസിൽ ഇപ്പോൾ ഉണ്ട് അവിടെ. സോ ഇപ്പോഴും നമ്മളവിടെ എന്താണ്? ഹീറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കൺവേർട്ട് മൊത്തം ആയ ശേഷം ഇനി ലാറ്റൻ ഹീറ്റിൻ്റെ റോൾ ഇവിടെ ഇല്ല. ഓക്കെ, ലാറ്റൻ ഹീറ്റ് കഴിഞ്ഞു. ഇനി കൊടുക്കുന്ന ടെമ്പറേച്ചറൊക്കെ നമ്മൾ ഈ ടെമ്പറേച്ചർ ഈ സിസ്റ്റത്തിലോട്ട് ആഡ് ആവാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ആ സെൽഷ്യസ് സ്കെയിലിൽ അവിടെ ടെമ്പറേച്ചർ കാണിക്കാൻ തുടങ്ങും. സോ ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ചത് കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഐസ് മെൽറ്റ് ചെയ്യണേറ്റ് മുമ്പ് എന്താ സംഭവിച്ചത്? സെയിം ഓർഡറിൽ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതേ ഓർഡറിൽ പഠിച്ചു വെക്കുക. ടെമ്പറേച്ചർ കൂടുന്നു, അപ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, വളരെ സ്പീഡിൽ മൂവ് ചെയ്യും. ബിക്കോസ് ഇപ്പോൾ ഇവിടെ ഇത് വാട്ടർ ആണല്ലേ, വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും സോളിഡിനെ കാട്ടിലും. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി കൂടി അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി ഈ പാർട്ടിക്കിൾസിന് കിട്ടി അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, വാട്ടറിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ബ്രേക്ക് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, മുമ്പ് നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, ഇവിടെ നമ്മൾക്ക് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലേ. 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തു. സോ 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബോയിൽ വളരെ നന്നായിട്ട് തിളച്ച് ഓക്കെ ബോയിൽ ചെയ്ത് വേപ്പറായി മാറുന്ന ആ പോയിന്റാണ് ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ഫേസ് ചേഞ്ച്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ആവുന്ന, വാട്ടർ ഗ്യാസ് ആയി മാറുന്ന ആ പോയിന്റാണ് ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ്. ഈ പോയിന്റിനെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. ഐസ് മെൽറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെ എന്ത് പറഞ്ഞു? മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. വാട്ടർ ഗ്യാസ് ആവുന്ന പോയിന്റ് എന്താണ്? Boiling point. That is, what is the boiling point of water then?
It is 100 degrees Celsius. Okay, note ചെയ്യുക. The boiling point of water is 100 degrees Celsius. So നമുക്ക് melting point define ചെയ്ത പോലെ boiling point define ചെയ്തൂടെ? The temperature at which, ഇവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങി ഗ്യാസ് ആയി മാറാൻ പോകുന്ന ആ പോയിന്റ് എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ടെമ്പറേച്ചർ അറ്റ് വിച്ച് a liquid starts boiling and converted into gas at atmospheric pressure is known as its boiling point. Clear? അപ്പോൾ നമ്മൾ ഐസിൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബോയിലിംഗ് പോയിൻറ്റും കുറേ സമയത്തിന് ഒരു മാറ്റവും ഇല്ല. 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ആ പോയിന്റിൽ തന്നെ ടെമ്പറേച്ചർ നിൽക്കും. എത്ര നേരം ആ ടെമ്പറേച്ചർ നിൽക്കും? നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ടെമ്പറേച്ചറിന് ഒരു മാറ്റമില്ല, 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ്. എത്ര നേരം? കംപ്ലീറ്റ് വാട്ടറും ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് വാട്ടറും ഗ്യാസായിട്ട് പോകുന്നത് വരയ്ക്കും ടെമ്പറേച്ചർ എത്ര കാണിക്കുക? 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. നോ ചേഞ്ച്, ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റൻറ്റ്. സോ എഗെയിൻ ഇവിടെ വന്നു ലാറ്റൻ ഹീറ്റ് അല്ലേ, നമ്മൾ അവിടെ ചൂട് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ടെമ്പറേച്ചർ മാറ്റമൊന്നും ഇല്ലെങ്കിൽ ആ ഹീറ്റൊക്കെ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? യെസ്, ഈ ലാറ്റൻ ഹീറ്റിനെ അവിടെ ആരാ അബ്സോർബ് ചെയ്തിരിക്കുന്നത്? വാട്ടർ അബ്സോർബ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? വാട്ടറിനെ ഗ്യാസ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടറിലെ പാർട്ടിക്കിൾസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എല്ലാം ബ്രേക്ക് ചെയ്ത് ഓവർകം ചെയ്ത് ഗ്യാസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഗ്യാസിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് അല്ലേ. അങ്ങനെ അത് വേപ്പറായിട്ട് ഗ്യാസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുത്തെ ലാറ്റൻ ഹീറ്റ് നമ്മൾ എന്ത് വിളിക്കും? ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എത്രയാണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫേസ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തു, അതായത് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറി തുടങ്ങി. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ എങ്ങനെ പറയാം? ലാറ്റൻ ഹീറ്റ് ഇസ് അബ്സോർബ് ബൈ ദ വാട്ടർ ടു ഓവർകം ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ to change its state from liquid to gas അല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഓൺവേർഡ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സെയിം അതുപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളെ വരുത്തുന്നുള്ളൂ അല്ലേ. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ്, ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്താ അവിടെ? ലാറ്റൻ ഹീറ്റ്. ഓക്കെ, വിച്ച് ഇസ് റിക്വയർഡ് ടു ചേഞ്ച് 1 kg ഓഫ്, ഇവിടെ എന്താണ്? ലിക്വിഡ് ആണ് അല്ലേ. ലിക്വിഡ് ഇൻ ടു ഗ്യാസ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ഇറ്റ്സ് എന്ത് പോയിന്റ് ആണ്? ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ഈസ് കോൾഡ് ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ടാണ് ഈ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഫേസ് ചേഞ്ച് വരുന്നത്, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത്. ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം, അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗ്രാഫിലൂടെ ഒന്നും കൂടെ പറയാം. സോ ഇതുപോലെ നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ എടുത്തിക്കുന്നത് നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി കൊടുക്കുന്നുണ്ട്. ബർണർ വെച്ച് കൊടുത്തല്ലോ, ഹീറ്റ് ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് ടെമ്പറേച്ചറാണ്. തെർമോമീറ്ററിൽ നമുക്ക് കാണിച്ചല്ലോ 0യും 100 ഡിഗ്രി സെൽഷ്യസ് എല്ലാം കാണിച്ച ആ ടെമ്പറേച്ചർ സ്കെയിലാണ് ഇവിടെ കാണിക്കുന്നത്. സോ നമ്മളിവിടെ ഐസിന് ഫസ്റ്റായിട്ട് ഹീറ്റ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? -ഡിഗ്രിയിലായിരുന്ന ഐസ് ടെമ്പറേച്ചർ കൂടി കൂടി -4, -3, -2, -1 അങ്ങനെ കൂടി കൂടി വന്ന് 0 ഡിഗ്രി സെൽഷ്യസിലെത്തി അല്ലേ. സോ ഇതുവരയ്ക്കും ഇവിടെ എന്താണ് സ്റ്റേറ്റ്? സോളിഡ് ആണ് അല്ലേ. ഐസ് എന്നുള്ളത് സോളിഡ് സ്റ്റേറ്റിലാണ്, അതിനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോൾ ഏത് പോയിന്റ് എത്തി? മെൽറ്റിംഗ് പോയിന്റ് എത്തി അല്ലെ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐ 0 ഡിഗ്രി സെൽഷ്യസ് എത്തി. ഇനി 0 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് സംഭവിക്കുന്നത്? ഫേസ് ചേഞ്ച് വരുന്നത്, അതായത് സോളിഡ് ലിക്വിഡ് ആയി തുടങ്ങി. ഹീറ്റ് മൊത്തം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടും കുറച്ച് സമയത്തിന് ഒന്നും ഈ ടെമ്പറേച്ചർ മാറ്റല്ല അല്ലേ. അപ്പോൾ ലീനിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണിക്കണം, കുറച്ച് സമയത്തേക്ക് ഇത് ലീനിയർ ആയിട്ട് പോട്ടെ. ഓക്കെ, ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ ലൈൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ഇവിടെ ഈ ഭാഗത്താണ് ഫേസ് ചേഞ്ച് വരുന്നത്, ലാറ്റൻ ഹീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മൊത്തം ഫേസ് ചേഞ്ചും കഴിഞ്ഞു കഴിഞ്ഞാൽ, മൊത്തം വാട്ടറായി മാറിക്കഴിഞ്ഞാൽ, സോളിഡ് ടു ലിക്വിഡ് ഇവിടെ ലിക്വിഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ
നമ്മുടെ ലിക്വിഡ് ആണ്. ലിക്വിഡ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നതൊക്കെ ഇവിടെ വീണ്ടും പാർട്ടിക്കിൾസിൻ്റെ ടെമ്പറേച്ചർ കൂടി വന്നു, കൈനറ്റിക് എനർജി കൂടി വന്നിട്ടുണ്ട്, പാർട്ടിക്കിൾസ് ഒക്കെ നല്ല മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ടെമ്പറേച്ചറും കൈനറ്റിക് എനർജിയും എല്ലാം കൂടി അവസാനം ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ അടുത്ത ഫേസ് ചേഞ്ച് എത്തി അല്ലേ. സോ ഇതുവരെയ്ക്കും വാട്ടർ നമ്മുടെ ലിക്വിഡ് ആയിരുന്നു ഇതിൻ്റെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോൾ ബോയിലിംഗ് പോയിന്റ് ആയി. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അടുത്ത ഫേസ് ചേഞ്ച്, അതായത് ലിക്വിഡ് ടു ഗ്യാസിൻ്റെ ഫേസ് ചേഞ്ച് ഈ ഭാഗത്താണ് നമുക്ക് വരുന്നത്. ഇവിടെ തന്നെയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വരുന്നത് അല്ലേ. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ടും വാട്ടർ ഫുള്ളായിട്ട് ഗ്യാസായിട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ട്. അത്രയും സമയം അവിടെ എന്താണ് 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, മാറ്റമില്ല. അതാണ് ഈ ലീനിയർ ആയിട്ട് കാണിക്കുന്നത്. ദെൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് പോയ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പോകുന്ന വേപ്പേഴ്സിന് വളരെ ഹൈ എനർജി ആയിരിക്കും. ഓക്കെ, വളരെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇവിടെ ഇങ്ങനെ എന്താ പറയുക റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വേപ്പേഴ്സിലൂടെ. ഓക്കെ, ഗ്യാസിലെ പാർട്ടിക്കിൾസ് ഒക്കെ വളരെ സ്പീഡിൽ വളരെ വൈബ്രൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പോയിന്റിലും ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, വാട്ടറിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട്, ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെ ഇതെന്താണ്, അതുപോലെ തന്നെ ഇനി -ഡിഗ്രിയിലാണെങ്കിൽ സോളിഡാണോ ലിക്വിഡാണോ ഗ്യാസ് ആണോ, 0 ഡിഗ്രി സെൽഷ്യസിൽ സോളിഡാണോ ലിക്വിഡാണോ ഗ്യാസ് ആണോ, ഇനി 0ക്ക് കൂടുതലാണെങ്കിൽ 1 2 3 അതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് നമ്മളോട് അവിടുത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ് വാട്ടറിൻ്റെ എന്ന് ചോദിക്കും. അപ്പോൾ -ഡിഗ്രിയിലാണെങ്കിൽ വാട്ടറിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ്, അവിടെ സോളിഡാണ് അല്ലേ, ഐസ് ക്യൂബ്സ് ആണല്ലോ -ഡിഗ്രിയിലുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്? 0 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്താണ് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് ആണ് അല്ലേ. നിങ്ങൾക്ക് എക്സസൈസിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ നമുക്ക് നോക്കണം, ശ്രദ്ധിക്കുക. സോ 0 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റിംഗ് പോയിന്റിൽ ഐസ് അവിടെ മെൽറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈം ഇങ്ങനെ ഈ ലീനിയറിൽ മൊത്തം ഐസ് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് എന്താണ്, ആക്ച്വലി അവിടെ ഐസും ഉണ്ട്, മെൽറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ ഉണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, വാട്ട് ഈസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്? ദ ആൻസർ ഈസ് സോളിഡ് ആസ് വെൽ ആസ് ലിക്വിഡ്, രണ്ടുമുണ്ട്. ഓക്കെ, ഇനി റാൻഡംലി ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ എന്തായിരിക്കും ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് വാട്ടർ, എന്താണ്? യെസ്, നമ്മുടെ ഈ മെൽറ്റിംഗ് പോയിന്റ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലീനിയർ ആയിട്ടുള്ള കംപ്ലീറ്റ് ടൈം മൊത്തം മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ടെമ്പറേച്ചർ കൂടി വരികയാണ് അല്ലേ. 1 2 3 4 5 6 പറഞ്ഞിട്ട് അൺടിൽ എത്ര വരെ, 100 വരെയും നമുക്ക് എന്താണ്, ലിക്വിഡ് ആണല്ലേ. ആ ഫുൾ വാട്ടർ ആണ്, പിന്നീട് ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോഴാണ് അവിടെ ബോയിൽ ചെയ്തിട്ട് ഗ്യാസായി മാറുള്ളൂ. ഇതുവരയ്ക്കും എന്താണ് നമുക്ക് വാട്ടർ ആണ് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ഫിസിക്കൽ സ്റ്റേറ്റസ് ലിക്വിഡ്. ആൻഡ് ഇനി 100 ഡിഗ്രി സെൽഷ്യസിൽ എന്തായിരിക്കും, ഈ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും മെൽറ്റിംഗ് പോയിന്റ് ആണോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ആ പോയിന്റിൽ 2 തരം സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം അവിടെ വെച്ചിട്ടാണ് ഫേസ് ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നതും ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതൊക്കെ ചേഞ്ച് വരുന്നത്, ഫേസ് ചേഞ്ച് വരുന്നത്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് വരുന്നത് ആ പോയിന്റിലാണ്. അപ്പോൾ അവിടെ 2 സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ആയ 100 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ്, വാട്ടർ ആ പോയിന്റിൽ നിന്ന് ബോയിലായി തുടങ്ങി ഗ്യാസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടുത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് വാട്ടറും ഉണ്ട് ഗ്യാസും ഉണ്ട്. ഓക്കെ, സോ ആൻസർ ഇസ് ലിക്വിഡ് ആസ് വെൽ ആസ് ഗ്യാസ്. ഓക്കെ, ഇനി 100 വിട്ട് 105 അല്ലെ 110 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? യെസ്, ഇറ്റ് ഈസ് ഗ്യാസ്. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഹാവ് മോർ എനർജി ആസ് കമ്പയർഡ് ടു ദ പാർട്ടിക്കിൾസ് ഇൻ ഐസ് അറ്റ് സെയിം ടെമ്പറേച്ചർ. ഇപ്പം ഈ 0 ഡിഗ്രി സെൽഷ്യസ് മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പം എന്താണ്, വാട്ടറും 0 ഡിഗ്രി സെൽഷ്യസിലാണുള്ളത്, മെൽറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഐസും 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. കാരണം ഈ പോയിന്റിൽ അവിടെ ഐസും ഉണ്ട് വാട്ടറും ഉണ്ട്, രണ്ടും സെയിം ടെമ്പറേച്ചർ ആണ്, കോൺസ്റ്റന്റ് ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്.
പക്ഷേ ഇവിടെ വാട്ടറിനാണ് സെയിം ടെമ്പറേച്ചർ ആയിട്ട് കൂടി 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടും കൂടി വാട്ടറിനാണ് കൂടുതൽ എനർജി, വാട്ടറിലെ പാർട്ടിക്കിൾസിനാണ് കൂടുതൽ എനർജി. എന്തുകൊണ്ട്? ബിക്കോസ് ഇവിടെ ഐസ് എന്ന് പറയുന്നത് ലാറ്റൻ ഹീറ്റിനെ മൊത്തം അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റേറ്റിനെ മാറ്റിക്കൊണ്ടിരിക്കണം, മെൽറ്റ് ചെയ്ത് വാട്ടറായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഈ മെൽറ്റ് ചെയ്ത് പോകുന്ന ആ വാട്ടറിലാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രാ എനർജി ഉള്ളത്. കാരണം ഐസ് അവിടെ യൂസപ്പ് ചെയ്തു. അത് ഓക്കെ, ലാറ്റൻ ഹീറ്റിനെ ഐസ് അവിടെ എടുത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഐസിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ഐസിന് അത്ര ഇല്ല. ഐസ് മാക്സിമം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മൊത്തം പ്രോസസ്സ് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത് എവിടേക്കാണ്? ഈ വാട്ടർ മെൽറ്റ് ചെയ്തിട്ടുള്ള ആ വാട്ടറിലാണ് എക്സ്ട്രാ ലാറ്റൻ ഹീറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അവിടെ ആ വാട്ടറാണ്, വാട്ടർ അറ്റ് 0 ഡിഗ്രി പോസസ് എക്സ്ട്രാ ലാറ്റൻ ഹീറ്റ്. ഓക്കെ, ഐസ് നല്ലവണ്ണം അവിടെ ലാറ്റൻ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് പക്ഷെ അത് ഉപയോഗിക്കുന്നത്? വാട്ടറാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ആ വാട്ടർ ഈസ് റെഡിലി കമ്മിങ് അല്ലേ, ആ മെൽറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ വരികയാണ്. അതിലെന്തുണ്ട്? ഈ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എക്സ്ട്രാ ആയിട്ടുണ്ട്. കാരണം അതിനി വാട്ടർ അവിടെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. വാട്ടറിന് കാരണം ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഓൾറെഡി 0 ഡിഗ്രി സെൽഷ്യസിലാണ് അവിടെ ഇരിക്കുന്നത് വാട്ടർ. സോ ആ വാട്ടറിൽ എന്തുണ്ട്? എക്സ്ട്രാ ലാറ്റൻ ഹീറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. സോ അഡീഷണൽ ഹീറ്റ് ഉണ്ടാകുമ്പോൾ എന്താണ്? ഹീറ്റ് ഇസ് എൻ എനർജി അല്ലേ. അപ്പം എനർജി കൂടുതൽ ആർക്കുണ്ടാകും? വാട്ടറിലെ പാർട്ടിക്കിൾസ് അറ്റ് സെയിം ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. So ice at 0 degree Celsius absorb and used up latent heat of fusion. Latent heat of fusion അവിടെ അബ്സോർബും ചെയ്തു, അത് യൂസ്ഡ് അപ്പും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഇൻ ടു വാട്ടർ അല്ലേ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ മെയിൻ പോയിന്റ് ആണ്, മെയിൻ ഒരു കീവേഡാണ് ഇപ്പോൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് ഇവിടെ മിസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്കില്ല. സോ ഈ മെൽറ്റ് ചെയ്ത് വന്ന വാട്ടറിൽ എന്തുണ്ട്? അഡീഷണൽ ആയിട്ടുള്ള ഹീറ്റ് ഉണ്ട്. ഓക്കെ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. ഹീറ്റ് എനർജി കൂടുതൽ വാട്ടറിൽ ആയതുകൊണ്ട് അവിടുത്തെ എന്താണ് പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലാണ് അല്ലേ. സോ അവർക്ക് കൂടുതൽ എനർജി ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ഗ്യാസിൻ്റെ കേസ് വരുമ്പോഴും അവിടുത്തെ ഫേസ് ചേഞ്ച് വരുമ്പോഴും, അതായത് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. അപ്പോൾ വാട്ടറും ഉണ്ട്, സ്റ്റീമും ഉണ്ട്. അപ്പോൾ സ്റ്റീമിലാണ് കൂടുതൽ എനർജി ഉള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്റ്റീം കൊണ്ടുള്ള ബേണിംഗ് ആണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ബേൺ ചെയ്യുക. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ നമ്മുടെ കയ്യിലോട്ട് വീണാലും സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റീം നമ്മൾ കയ്യിലാക്കിയാലും ഏറ്റവും കൂടുതൽ പൊള്ളലേൽക്കുക നമുക്ക് സ്റ്റീമിലാണ്. ബിക്കോസ് എന്താണ്? വാട്ടർ അവിടെ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് അവിടെ യൂസപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ യൂസപ്പ് ചെയ്തിട്ട് ആ വരുന്ന സ്റ്റീം എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്യുന്ന ആ വരുന്ന സ്റ്റീമിലാണ് എക്സ്ട്രാ ആയിട്ടുള്ള ഹീറ്റ് എനർജി ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൂടുതലുള്ളത് ആർക്കാണ്? സ്റ്റീമിനാണുള്ളത്. പാർട്ടിക്കിൾസ് ഇൻ സ്റ്റീം ഹാവ് അബ്സോർബ്ഡ് എക്സ്ട്രാ എനർജി ഓക്കെ ഇൻ ദ ഫോം ഓഫ് ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. വാട്ടർ അവിടെ അത് കുറച്ച് കുറവാണ്, കാരണം അതവിടെ കൂടുതലും അബ്സോർബ് ചെയ്തിട്ട് അവിടെ യൂസ്ഡ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗിക്കുമ്പോൾ അതിന് കുറയുമല്ലോ അല്ലേ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ ടു ഗ്യാസ് ആക്കി മാറ്റാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപയോഗം കഴിഞ്ഞിട്ട് വരുന്ന സംഭവത്തിലാണ്, ആ ഗ്യാസിലാണ് കൂടുതൽ എനർജി ഉള്ളത്. ഓക്കെ, ആ ഹീറ്റ് എനർജി ഫുള്ള് റിലീസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സ്റ്റീമിലാണ്. ഓക്കെ, സോ ഈ ഭാഗത്ത് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഏതെങ്കിലും വരും കേട്ടോ. സോ ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ വരുന്നതാണ്. വൈ ഈസ് ഐസ് അറ്റ് 273 Kelvin മോർ എഫക്റ്റീവ് ഇൻ കൂളിംഗ് ദാൻ വാട്ടർ അറ്റ് സെയിം ടെമ്പറേച്ചർ? സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് കെൽവിൻ എന്ന് നമുക്ക് മനസ്സിലാക്കണം. സോ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് പോലെ തന്നെ വേറൊരു ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാനുള്ളൊരു സ്കെയിലാണ്. സോ ഫേമസ് ആയിട്ടുള്ള 3 സ്കെയിൽസാണ് നമ്മൾ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡിഗ്രി സെൽഷ്യസ്, അതായത് സെൽഷ്യസ് സ്കെയിലുണ്ട്, പിന്നെ ഈ കെൽവിൻ സ്കെയിൽ, ഫാരൻ ഹീറ്റ്. ഓക്കെ, സോ എന്താണ് കെൽവിൻ സ്കെയിൽ? അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതലും കെൽവിൻ തന്നിട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ പറയും, ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടെമ്പറേച്ചർ തന്നിട്ട് അതിനെ കെൽവിനിലേക്ക് മാറ്റാൻ പറയും. അപ്പോൾ അതൊക്കെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഫെമിലിയർ ആണല്ലേ. അപ്പോൾ നമുക്ക്
0 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള സ്കെയിൽ എത്രയാണ് കെൽവിൻ സ്കെയിൽ എന്ന് നമുക്കറിയണം. അത് വെച്ചിട്ട് പിന്നെ നമുക്ക് കൺവേർഷൻസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ അതേ ഈക്വലൻ്റ് ആയിട്ടുള്ള കെൽവിൻ സ്കെയിലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0യ്ക്ക് പകരം 273.16 കെൽവിൻ ആണ്. പക്ഷെ നമ്മൾ അതിനൊരു റൗണ്ട് ഓഫ് ആയിട്ട് 273 കെൽവിനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൺവേർഷൻ ഒന്ന് നോക്കാം. ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 273 കെൽവിൻ. ഓക്കെ, അതും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ 273 എന്നുള്ള ഈ വാല്യൂ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, പ്ലസ് അഡീഷൻ ആണ് ഇവിടെ. ഇനി തിരിച്ചുള്ള കൺവേർഷനാണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു കെൽവിൻ സ്കെയിൽ തന്നിട്ടുണ്ട്, അതിനെ സെൽഷ്യസിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതേ സെയിം 273 എന്നുള്ള ഈ വാല്യൂവിനെ നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യും തന്നിരിക്കുന്ന ടെമ്പറേച്ചറിൽ നിന്ന്. ഓക്കെ, സോ സെൽഷ്യസ് ടു കെൽവിൻ ആണെങ്കിൽ അഡീഷൻ ആണ്, തിരിച്ച് കെൽവിൻ ടു സെൽഷ്യസ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? സബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എക്സസൈസിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നമുക്ക് തന്നിട്ട് നമ്മളോട് പറഞ്ഞ് കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ടു സെൽഷ്യസ് സ്കെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? കെൽവിൻ ആണ്. കെൽവിനെ സെൽഷ്യസിലേക്ക് ആക്കണമെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് മൈനസ് ചെയ്യണം അല്ലേ, സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 293 കെൽവിൻ. സോ 293 മൈനസ് 273 വിച്ച് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. സോ നിങ്ങളെപ്പോഴും ഇതിൻ്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കില്ല. സെയിം ലൈക്ക് 470 കെൽവിൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ചെയ്ത് നോക്കിയിട്ട്. ഇനി കൺവേർട്ട് ദ ടെമ്പറേച്ചർ ടു കെൽവിനിലേക്ക് ആക്കണം. നമുക്ക് തന്നിരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. എങ്ങനെ കെൽവിനിലേക്ക് ആക്കാം? ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ എന്താണ്? അഡീഷൻ ആണ്, പ്ലസ് 273 ചെയ്യുക. സോ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 298 കെൽവിൻ വരും. ഓക്കെ, കെൽവിൻ എന്ന് എഴുതാൻ മറക്കരുത്. ഇനി 100 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കണമെങ്കിലോ, അപ്പോഴും ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ പ്ലസ് ചെയ്യാണ് വേണ്ടത്. സോ 100 പ്ലസ് 273. ഓക്കെ, 373 കെൽവിൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതൊന്ന് ബോക്സിലിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഐസ് അറ്റ് 273 കെൽവിൻ. 273 കെൽവിൻ എന്ന് വെച്ചാൽ എത്രയാണ്? കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ 273 മൈനസ് 273 എത്ര? 0 അല്ലേ. 0 ഡിഗ്രി സെൽഷ്യസ്. കാരണം നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ പറയുമ്പോഴാണല്ലോ വാല്യൂസ് നമുക്ക് എളുപ്പം അല്ലേ. സോ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസും നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ നമ്മുടെ അടുത്തുണ്ട്. സോ മോർ കൂളിംഗ് ഉള്ളത് ഐസാണ് എന്നാണ് പറയുന്നത്. ഒരേ ടെമ്പറേച്ചറിലുള്ള ഐസാണ് കൂടുതൽ കൂളിംഗ് തരിക നമുക്ക്. കുറച്ചും കൂടി ഈസി ആയിട്ടൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 പാന് നമ്മൾ നല്ല ചൂടുള്ള 2 പാൻ എടുത്തു. ഒന്നിൽ ഐസ് ക്യൂബ് ഇട്ടു 0 ഡിഗ്രി സെൽഷ്യസ്, അടുത്തതിൽ നമ്മൾ ഇട്ടത് വാട്ടറാണ് സെയിം ടെമ്പറേച്ചറിലുള്ള 0 ഡിഗ്രി സെൽഷ്യസ്. എന്ത് സംഭവിക്കും? ഇവിടെ ഐസ് ക്യൂബ് കൂടുതൽ ലാറ്റൻ ഹീറ്റിനെ അവിടെ അബ്സോർബ് ചെയ്തെടുക്കും അല്ലേ. ഇതിനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് അവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡ് ടു ലിക്വിഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ യൂസ്ഡ് അപ്പ് ചെയ്യുകയാണ് ഈ അബ്സോർബ് ചെയ്തിട്ടുള്ള ലാറ്റൻറ്റ് ഹീറ്റിനെ. എന്നിട്ട് അത് കൺവേർട്ട് ചെയ്ത് കുറച്ച് ടൈം എടുത്ത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള വാട്ടർ ആക്കി തന്നെ മാറ്റുവാണ്. സോ ഇതേ സെയിം ടൈമിൽ നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ള അടുത്ത പാനിലുള്ള 0 ഡിഗ്രി സെൽഷ്യസുള്ള വാട്ടർ എന്താ ചെയ്യുക? അവിടെ ഇനിയിപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ഒന്നും ആവശ്യമില്ല അല്ലേ. പക്ഷേ വാട്ടർ ഇനിയിപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും അവിടെ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അടുത്ത 1 ഡിഗ്രി സെൽഷ്യസിലേക്കോ 2 ഡിഗ്രി സെൽഷ്യസിലേക്കോ അവിടെ ടെമ്പറേച്ചർ കൂടാൻ നോക്കുക ചെയ്യുള്ളൂ. സോ ഇപ്പോൾ ഇവിടെ ഉള്ള ഈ വാട്ടറിലാണ് കൂടുതൽ ഹീറ്റ് ഉള്ളത് അല്ലേ. ഐസ് എടുത്തിട്ടുള്ള പാനിലാണെങ്കിൽ അവിടെ ഇപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം ഐസ് മെൽറ്റ് ചെയ്യാൻ ടൈം എടുക്കുമല്ലോ, മെൽറ്റിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ കൂടുതൽ കൂൾ ആരാണ് ഇവിടെ? കൂൾ എപ്പോഴും ഈ ഐസാണുള്ളത്. അവിടെ വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് അടുത്ത ടെമ്പറേച്ചറിലോട്ട് അറ്റൈൻ ചെയ്യാൻ നോക്കുകയാണ് ഇവിടെ. സോ കൂടുതൽ ഹീറ്റ് ഉള്ളത് എവിടെയാണ്? വാട്ടറിലാണ്. ഓക്കെ, സോ ഐസ് ഇസ് മോർ എഫക്റ്റീവ് ഇൻ കൂളിംഗ് ദാൻ വാട്ടർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഈ എഴുതിയിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കുക. സോ നമ്മൾ ഈ സ്റ്റേറ്റ് ചേഞ്ച് പഠിച്ചപ്പോൾ സോളിഡ് ടു ലിക്വിഡ് പഠിച്ചു, ലിക്വിഡ് ടു ഗ്യാസ് പഠിച്ചു, തിരിച്ചും പഠിച്ചു നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇനി വേറൊരാളും കൂടി ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് ഈ ലിക്വിഡ് ഇടയിലില്ലാതെ ഡയറക്റ്റ് സോളിഡിനെ ഗ്യാസ് ആക്കി മാറ്റാം. ഓക്കെ,
സോ അങ്ങനത്തെ ചില പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാംഫർ, കർപ്പൂരം അല്ലേ. കർപ്പൂരം എന്താണ്, നമ്മൾ അത് തീ കൊളുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് സോളിഡ് ആയിട്ടുള്ള കർപ്പൂരം ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് പോകണം, ലിക്വിഡ് ആവുന്നില്ല, ഇടയിലത്തെ സ്റ്റേറ്റ് ഇല്ല, ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് പോവുകയാണ് ചെയ്യണത് അല്ലേ. വേറൊരു എക്സാമ്പിൾ പറയുന്നില്ല, നാഫ്തലിൻ ബോൾസ്. ഈ കോട്ടൻ്റെ ഡ്രസ്സുകളിലും അതിൻ്റെ മാനുഫാക്ചറിങ്ങിലും ഒക്കെ എന്താണ് പുഴുക്കളൊക്കെ ഇരുന്നതിന് നാഫ്തലിൻ ബോൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ബാത്റൂമിൽ നമ്മൾ ഡിയോഡ്രൻസ് ഓരോ കേക്ക് പോലത്തെ വെക്കാറില്ല, അതിങ്ങനെ മണം വരാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ സറൗണ്ടിങ്ങിലെ ഹീറ്റ്, നമ്മളെ ചുറ്റിലുമുള്ള ഹീറ്റ്, അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ഉണ്ടല്ലോ, ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഈ നാഫ്തലിൻ ബോൾസ് ഒക്കെ. ഓക്കെ, ആ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? ഗ്യാസ് ആയിട്ട് അവിടെ പോവുകയാണ്. സോളിഡ് ടു ഡയറക്റ്റ്ലി കൺവേർട്ടിങ് ഇൻ ടു ഗ്യാസ്. സോ സ്റ്റേറ്റ് കൺവേർഷൻ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈ രീതിയിലും കൺവേർട്ട് ചെയ്യുന്നത്, സോളിഡ് ടു ഡയറക്റ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസും ഉണ്ട്. അങ്ങനെയുള്ള ഇതിനെ നമ്മൾ പറയുന്നത് സബ്ലിമേഷൻ എന്നാണ്. ഓക്കെ, സോ വാട്ട് ഈസ് സബ്ലിമേഷൻ? എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു ഗ്യാസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ലിക്വിഡ്. ഓക്കെ, ഇവിടെയും ഇതിനെയും നമുക്ക് തിരിച്ചും പറ്റും. ഓക്കെ, അതായത് ഗ്യാസ് ടു സോളിഡ് ആക്കാനും ഇവിടെ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കർപ്പൂരം തന്നെ, കാംഫറിനെ നമ്മളിവിടെ ഒരു ചൈന ഡിഷിൽ എടുത്തിട്ടുണ്ട്. കാംഫറിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് എന്നാണ് കേട്ടോ. സോ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഒരു മൂടി വെച്ചിരിക്കുന്ന ഒരു കോട്ടൺ പ്ലഗ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് ഹീറ്റ് കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ കർപ്പൂരം അവിടെ ഗ്യാസായി പോയി, ആ ഗ്യാസ് അവിടെ ഈ കോട്ടൺ ബോളിൽ പോയിട്ട് കളക്ട് ചെയ്യും. ഓക്കെ, പിന്നെ കുറേ കഴിഞ്ഞ് ബർണറൊക്കെ ഓഫ് ആയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോട്ടൺ ബോളിൽ ഈ ഗ്യാസ് കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ കണ്ടൻസ് ചെയ്യുമ്പോൾ കൂൾ ചെയ്ത ശേഷം അവിടെ നമുക്ക് ഈ കാംഫറിൻ്റെ പാർട്ടിക്കിൾസ് അവിടെ കിട്ടും. സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ അവിടെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് അവിടെ കണ്ടൻസേഷൻ, തിരിച്ചുള്ള സംഭവം നടന്നു, കണ്ടൻസേഷൻ നടന്നു. ഗ്യാസ് ടു സോളിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈസ് വേഴ്സ നമുക്കിവിടെ ചേർക്കാം, കാരണം തിരിച്ചും എന്നുള്ള അർത്ഥം. ഓക്കെ, സോളിഡ് ടു ഗ്യാസും പറ്റും, തിരിച്ച് ഗ്യാസ് ടു സോളിഡ് ആക്കിയിട്ടും അതിനെ കിട്ടും. ഓക്കെ, സബ്ലിമേഷൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ എന്നുള്ളതും എവാപ്പറേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനായി ശ്രമിക്കാം. അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും നമ്മുടെ. എന്നിട്ട് നമുക്ക് മോഷൻ എന്നുള്ള ചാപ്റ്റർ 8 ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ മോഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവും. പെട്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്.